السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ വിഷയം മഹാനായ ഖാലി മുഹമ്മദ് എന്ന് രചിച്ച മുഹീദ്ദീൻ മാലയിലെ 37ാമത്തെ വരിയാണ്. ഭൂമിയൊരുണ്ടപ്പോൾ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ. ഈ വരിയിലൂടെ മഹാനായ ഖാലി മുഹമ്മദ് എന്നവർ പറയുന്നത്, ഭൂമി ഒരു ഉണ്ട പോലെ വേണമെങ്കിൽ ഞാൻ കയ്യിലൊതുക്കും, ഭൂമി മറികടക്കാൻ എനിക്ക് ഒരു ചവിട്ടടി മാത്രമേ വേണ്ടെന്ന് ശൈഖ് അവറുകൾ പറഞ്ഞു എന്നാണ്. എവിടെ നിന്നാണ് ശൈഖ് അവറുകൾ മഹാനായ ഖാലി മുഹമ്മദ് എന്നവർ ഉദ്ധരിക്കുന്നത്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ലക്ഷ്യം നേടുന്ന പ്രശ്നത്തിൽ അകലമോ വലുപ്പമോ ചെറുപ്പമോ ഒന്നും പ്രശ്നമല്ല. പിന്നെ ഈ ഒരു മാലയിലെ 37ാമത്തെ വരി, അതിന്റെ ആശയം എവിടെ നിന്നാണ് ഖാലി മുഹമ്മദ് എന്നവർ ഉദ്ധരിക്കുന്നത്? ഫുതുഹാത്തുൽ ഗൈബിലെ 228ാമത്തെ പേജിൽ കാണാം, ഞാനൊരു ചവിട്ടടി കൊണ്ട് ഭൂമി മുറിച്ചു കടക്കും, ഭൂമിയെ ഉള്ളം കൈയിലിട്ട് ഞാൻ അമ്മാനമാടുമെന്ന് മഹാനായ അശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞതായിട്ട് ഫുതുഹാത്തുൽ ഗൈബിലെ 228ാമത്തെ പേജിൽ പറയുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജ് നടന്നത് നമ്മൾ ചിന്തിക്കണം. ആധുനിക ആകാശ സംവിധാനത്തെ കുറിച്ച് നിഗമനങ്ങൾ പോലും രൂപം കൊള്ളാത്ത കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. അത് നമ്മൾ ഓർക്കണം. അപ്പോ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഭൂമി തന്റെ കയ്യിലിട്ട് അമ്മാനമാടോ എന്ന് പറഞ്ഞതും മഹാന്മാർക്ക് അതൊക്കെ സാധിക്കുമെന്നതിന് തെളിവാണ്. ഭൂമിയുടെ ദീർഘത്തെ കുറിച്ച്, ഭൂമിക്ക് ആകെ ദീർഘം 24,000 മൈലാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച ആധുനിക സാങ്കേതിക യന്ത്രങ്ങൾക്ക് 35,000 മൈല് വേഗതയുണ്ട് 1 കിലോമീറ്ററിൽ. അതുപോലെ തന്നെ വൈദ്യുതിക്ക് 1,80,300 കിലോമീറ്റർ തരണം ചെയ്യാൻ കഴിയും 1 മിനിറ്റിൽ, 1 സെക്കൻഡിൽ. അതുപോലെ തന്നെ ഇതെല്ലാം സാധാരണ മനുഷ്യർ കണ്ടെത്തിയ കഴിവുകളാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവികളും സ്ഥാനങ്ങളും അലങ്കരിക്കുന്ന അശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലുള്ള ആളുകൾക്ക് എങ്ങനെയാലും ഇതിനപ്പുറം നൽകാൻ കഴിയും. ഇത് ഞാൻ പറയുന്നതല്ല, സൂറത്ത് ബഖറയിലെ 212ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ഈ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ എഴുതുന്നുണ്ട്, കയ്യും കണക്കുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുമെന്നാണ് ഇതിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുന്നത്. എന്നാൽ സൂറത്തു സുമറിലെ 67ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർളു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അല്ലാഹു അർഹമായ വിധത്തിൽ അല്ലാഹുവിനെ അർഹമായ വിധത്തിൽ അവർ വിലയിരുത്തിയിട്ടില്ല. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ തന്റെ പിടിയിലമരും, ആകാശങ്ങൾ തന്റെ കയ്യിൽ ചുരുട്ടപ്പെട്ടതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ഇതിലൂടെ മനസ്സിലാകുന്നത് അല്ലാഹുവിന്റെ അടുക്കലല്ലേ ആകാശം ചുരുട്ടപ്പെട്ടത്, ഭൂമി ചുരുട്ടപ്പെട്ടത്. പിന്നെ എങ്ങനെയാണ് മുഹീദ്ദീൻ ശൈഖ് അവർക്ക് കിട്ടുന്നത് എന്നൊരു ചോദ്യം അവിടുന്ന് ഉടലെടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ചോദിക്കാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു ഖുദ്സിയായ ഹദീസിലൂടെ, കുന്തു സമഉ വല്ലദി യസ്മഉ ബിഹി വബസറു വല്ലദി യുബ്സിറു ബിഹി വയദഹു വല്ലദി യബ്തിഷു ബിഹാ വരിജ്ലുഹു വല്ലദി യംശി ബിഹാ. ഈ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്റെ ഇഷ്ടദാസന്റെ കൈ ഞാനാകും, എന്റെ ഇഷ്ടദാസന്റെ കാല് ഞാനാകും, എന്റെ ഇഷ്ടദാസന്റെ അവൻ കണ്ണും കാതുമൊക്കെ ഞാനാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഹദീസിലൂടെ, ഈ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞ, വഖതഅറല്ലാഹി ഫീ ഹാലി ഖുതുബതി വഖബ്ബിലുഹാ ഫീ റാഹതി കഖുറതി എന്ന ഫുതുഹാത്തുൽ ഗൈബിലെ 228ാമത്തെ ആ ഒരു വചനം ഒരിക്കലും എതിരാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 67ാമത്തെ ആയത്തിലൂടെ പറഞ്ഞ
ഞാൻ ഭൂമിയെ ചുരുട്ടിപ്പിടിക്കും, ആകാശനെ തുരുത്തിപ്പിടിക്കും, അതൊക്കെ എന്റെ അധികാരത്തിലാണെന്ന് പറയുമ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ ഞാൻ പറഞ്ഞു, കുന്തു സമഉഹു വല്ലദി യസ്മഉ ബിഹി വബസറുഹു വല്ലദി യുബ്സിറു ബിഹി വരിജ്ലുഹു അല്ലതി യബ്തിശു ബിഹാ വയംശി അല്ലതി യബ്തിശു ബിഹാ വയദഹു അല്ലതി യബ്തിശു ബിഹാ വരിജ്ലുഹു അല്ലതി യംശി ബിഹാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഖുദ്സിയായ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ പെടുമ്പോ അല്ലാഹുവിന്റെ കയ്യിൽ മെന്നത് അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകും. അള്ളാഹു അവരുടെ കയ്യും കണ്ണും കാതും ഒക്കെ പറഞ്ഞത് പെടുമെന്നും അതുപോലെ തന്നെ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ മഹാനായ ആസ്തബുൽ ബർഹയെ കുറിച്ച് ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലൂടെ മനസ്സിലാകുന്നത് സൂറത്തുൽ ബഖറയിലെ 212 ആയത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ വല്ലാഹു എന്ന് പറയുന്ന അതിന്റെ പരിധിയിലൊക്കെ പെടും. അപ്പൊ അള്ളാഹു കയ്യും കണക്കുമില്ലാതെ നൽകും. സൂറത്ത് സുമറിൽ പറഞ്ഞ 67 ആയത്തിൽ പറഞ്ഞതോ അള്ളാഹുവിന്റെ കൈപ്പിടിയിൽ അമരുമെന്ന് പറഞ്ഞത്, ഭൂമിയും ആകാശവും ഒക്കെ അള്ളാഹുവിന്റെ കൈപ്പിടിയിൽ അമരുമെന്ന് പറഞ്ഞത് ഖുദ്സിയായ ഹദീസിലൂടെ പറയുമ്പോ അള്ളാഹു അവരുടെ കയ്യാവും കണ്ണാവും കാതാവും എന്നൊക്കെ പറയുമ്പോ അതും മഹാന്മാർക്ക് അള്ളാഹു നൽകുമെന്നത് നമുക്ക് ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയും. എന്റെ വാക്കുകൾക്ക് വിട. ശ്രോതാക്കൾക്ക് നന്ദി. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.